Hello dear friends, welcome to RJ's Physics classes. Ray optics, അതിലെ റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ആണല്ലോ. റിയൽ ഡെപ്ത്, അപ്പാരന്റ് ഡെപ്ത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ബേർഡ് ഫിഷ് പ്രോബ്ലം ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം. അപ്പം അതിലേക്ക് ഇനി പോകേണ്ട ആവശ്യം ഇല്ല എന്നാണ് തോന്നണേ. ഓക്കെ, സോ ഇന്ന് നമ്മൾ പറയാൻ പോണത് ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പോലെയുള്ള സുന്ദരമായ ലോകങ്ങളിലൂടെയാണ്. അതിനു മുന്നേ ഒരു ക്വസ്റ്റ്യൻ മാത്രം കഴിഞ്ഞ വീഡിയോനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് വെർട്ടിക്കൽ ഷിഫ്റ്റ് ഈസ് എസ് ഈക്വൽ ടു show that vertical shift is s equal to t into 1 minus 1 by n. ഇതാണ് ഇക്വേഷൻ. ഷോ ദാറ്റ് വെർട്ടിക്കൽ ഷിഫ്റ്റ് s is equal to t into 1 minus 1 by n. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. വെർട്ടിക്കൽ ഷിഫ്റ്റ് s equal to t into 1 minus 1 by n. It's very 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 simple. ഇങ്ങനെ ഒരു മീഡിയം, ഒരു സ്ലാബോ അങ്ങനെ എന്തെങ്കിലും ഇവിടെയായിട്ടാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ടി എന്ന് എടുക്കുകയാണ്. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ടി എന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഫീൽ ചെയ്യണത് ഇവിടെയായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് വെർട്ടിക്കൽ ഷിഫ്റ്റിന്റെ വാല്യൂ. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. t into 1 minus 1 by n. Very simple. ഓക്കെ, ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു പേര് കൊടുക്കുകയാണ്, ആർ ഡി എ. ദുരുദ്ദേശം മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് റിയൽ ഡെപ്ത് ആൻഡ് ദിസ് ഈസ് അപ്പാരന്റ് ഡെപ്ത്. പേരാണ് ചുരുക്കി. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം, അപ്പാരന്റ് ഡെപ്തിനെ ഡി എന്ന് വിളിക്കാം. So, what is vertical shift actually? T minus D. Or simply real depth minus apparent depth. ഇവിടുന്ന് നോക്കുമ്പോഴല്ലേ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റണേ. ഓക്കെ, ഇവിടുന്ന് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്, ഈ ഷിഫ്റ്റിംഗ് കാണുന്നത്. സോ റിയൽ ഡെപ്ത് ബൈ അപ്പാരന്റ് ഡെപ്ത് ഈക്വൽ ടു എങ്ങോട്ട് പോണു ഡിവൈഡഡ് ബൈ എവിടുന്ന് വരുന്നു. പോണത് ഈ മീഡിയത്തിലേക്കാണ്, വരണത് 1 എന്നാണ്. സ്വാഭാവികമായിട്ടും n by 1. അപ്പം നമുക്ക് അപ്പാരന്റ് ഡെപ്തിൻ്റെ ആൻസർ കിട്ടും. അപ്പാരന്റ് ഡെപ്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാം, n ഇങ്ങോട്ട് വരും. റിയൽ ഡെപ്ത് ഡിവൈഡഡ് ബൈ n. സോ അതിവിടെ കൊടുക്കുക. s is equal to റിയൽ ഡെപ്ത് മൈനസ് റിയൽ ഡെപ്ത് ബൈ n. ഈ റിയൽ ഡെപ്ത് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ടി അല്ലേ. സോ s is equal to t minus t by n, or s is equal to t into 1 minus 1 by n. This is our required equation. s is equal to t into 1 minus 1 by n. ഐഡിയ ക്ലിയർ അല്ലേ? ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാൽ. ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഈ ഫിഗറിൽ ക്ലിയർ, കൃത്യമായിട്ട് മനസ്സിലായി? ഓക്കെ, ഫൈൻ. സോ ഈ പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? എന്നാലും ഞാൻ ഒരു പ്രാവശ്യം കൂടിയും പറയാം. ഓക്കെ, സോ ഇത്രയും താഴെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അത് ഇവിടെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. ഓക്കെ, ഈ പോയിന്റിൽ ഇരിക്കണതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യണത്. സോ ദിസ് ഈസ് ആക്ച്വലി വെർട്ടിക്കൽ ഷിഫ്റ്റ്. ഓക്കെ, വെർട്ടിക്കൽ ഷിഫ്റ്റ് കിട്ടാൻ ടി മൈനസ് ഡി. ടി ഈസ് റിയൽ ഡെപ്ത് ആൻഡ് എ ഡി ഈസ് അപ്പാരന്റ് ഡെപ്ത്. അപ്പാരന്റ് ഡെപ്ത് ഈസ് റിയൽ ഡെപ്ത് ഡിവൈഡ് ബൈ n. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും s is equal to t minus t by n. ഓക്കെ, t പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ we will get the answer t into 1 minus 1 by n. That is the required equation. സംശയമൊന്നുമില്ലല്ലോ. സോ ആ ക്വസ്റ്റ്യൻ തീർന്നു. റിയൽ ഡെപ്തും അപ്പാരന്റ് ഡെപ്തിനെയും ബേസ് ചെയ്തിട്ട് ഒരു ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് വെർട്ടിക്കൽ ഷിഫ്റ്റ് s is equal to t into 1 minus 1 by n. അത് വളരെ സിമ്പിൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു അവർ നെക്സ്റ്റ് വേൾഡ്. ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ.
critical angle. What is the meaning of critical? ഒരാൾ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇറ്റ്സ് എ മാക്സിമം. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ സംഭവിക്കണ മാക്സിമം ആംഗിളിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കാം. റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള മാക്സിമം ആംഗിളിനെ വിളിക്കണ പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. മീൻസ് ഇങ്ങനെ ഒരു സർഫസ്, ഇത് ഡെൻസർ മീഡിയം, ഇത് റയറർ മീഡിയം, ആൻഡ് ദിസ് ഇസ് അവർ നോർമൽ. ഇതാണ് നമ്മളുടെ ഇവിടുത്തെ നോർമൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു റേ ഇങ്ങനെ പാസ് ചെയ്തു. ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. നമുക്കറിയാം the ray will bend away from the normal when it is moving from denser to rarer. When the light ray moving from denser to rarer medium, the ray will bend away from the normal. Actually, it will move through this path, and due to refraction, the path will change. If the angle of incidence increases, what will happen? If the angle of incidence increases to this value, the ray will bend away again. If you are further increasing the angle of incidence, the ray will pass through this path, or the ray will pass through the surface. On increasing the angle of incidence, at a particular angle of incidence, the ray will pass through the surface. At that time, the angle of refraction become how much? Angle of refraction become 90 degree. This angle is 90. That angle of incidence is called critical angle. Refractive index of this medium is n, and refractive index of this medium can be taken as 1. Means that medium is air. Okay, so light passing from a particular medium to air. We know if the angle of incidence increases, angle of refraction will also increase. At a particular angle of incidence, the ray will, or refracted ray will pass through the surface, or angle of refraction become 90 degree. That angle of incidence is called critical angle. മനസ്സിലായി സർ? പക്ഷെ അത് എങ്ങനെ എഴുതി പിടിപ്പിക്കും? Very simple. You have to make two conditions. First one, when the ray traveling from denser to rarer medium, when the ray traveling from denser to rarer medium, at a particular angle of incidence, angle of refraction become 90 degree, or the ray will pass through the surface. That angle of incidence is called critical angle. That angle of incidence is called critical angle. പറഞ്ഞ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായോ? If the ray passing from denser to rarer medium, at a particular angle of incidence, angle of refraction become 90 degree, or the ray will pass through the surface. That angle of incidence is called critical angle. Got it? From where the light will come? Light will come from the denser medium, or if the ray passing from denser to rarer medium, at a particular angle of incidence, angle of refraction become 90 degree, or the ray will pass through the surface. That angle of incidence is called critical angle. So we can redraw the figure. Medium is here. At critical angle, the ray will pass like this. Means angle of refraction is 90 degree. The refractive index of this medium is n. Refractive index of second medium is 1. On applying Snell's law for this situation, what will be the answer? We know sin I by sin r is equal to എങ്ങോട്ട് പോണു ബൈ എവിടുന്ന് വരുന്നു. sin I by sin r equal to refractive index of the medium
to where light is going by refractive index of the medium from where light is coming. So sin I, what is I here? C. So sin C divided by, what about sin R? It is sin 90 equal to എങ്ങോട്ട് പോണു? ഒന്നിലേക്ക്. ബൈ എവിടുന്ന് വരുന്നു? എന്നിൽ നിന്ന്. So sin C equal to 1 by n, or n is equal to 1 by sin C. This is the relation connecting refractive index and critical angle. Sin C equal to 1 by n, or n equal to 1 by sin C, which is the relation connecting refractive index and critical angle. Okay, ഒന്നുമില്ല, Snell's law apply ചെയ്തു, അത്രേ ഉള്ളൂ. Sin C by sin 90, it is nothing but sin I by sin R equal to എങ്ങോട്ട് പോണു by എവിടുന്ന് വരുന്നു. So sin C equal to 1 by n, n equal to 1 by sin C. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, വളരെ ഈസി ആയിട്ട് അത് കിട്ടില്ലേ? So we know what is critical angle. If light traveling from denser to rarer medium, that is a specific condition. എവിടെ നിന്ന് എങ്ങോട്ട് പോകുമ്പോഴും ക്രിട്ടിക്കൽ ആംഗിൾ ഇല്ല. എവിടെ മാത്രമേ ഉള്ളൂ? ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ മാത്രമേ ക്രിട്ടിക്കൽ ആംഗിൾ ഉള്ളൂ. സോ വെൻ ലൈറ്റ് പാസിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം at a particular angle of incidence, angle of refraction become 90 degree. That angle of incidence is called a critical angle. Okay, and the relation is sin C equal to 1 by n, or n equal to 1 by sin C. And our next question, when light passing through a medium, which color in the visible spectrum will have more critical angle and which color will have least critical angle? Which color will have maximum critical angle and which color will have minimum critical angle? Which color has maximum critical angle? Which color has minimum critical angle? Single മാത്രമേ ഉള്ളെങ്കിൽ. Okay, Vibgyor, violet, indigo, blue, green, yellow, orange, red. Okay, so ഇതിൽ ഏത് കളറിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ? നോ ഡൗട്ട് വയലറ്റിന്. ഏത് കളറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കുറവ്? റെഡിന്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇതിൻ്റെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ആൾക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കൂടും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ആൾക്ക് ക്രിട്ടിക്കൽ ആംഗിൾ കുറയും. സോ critical angle for red is greater than critical angle for violet. Critical angle for red is greater than critical angle for violet. സംശയമില്ലല്ലോ? ഓക്കെ, സോ വൈറ്റ് ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഏത് കളറിനാണ് മാക്സിമം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിച്ചാൽ റെഡിനാണ്. ഏത് കളറിനാണ് മിനിമം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് ചോദിച്ചാൽ വയലറ്റിനാണ്. ഓക്കെ, ലോജിക് ക്ലിയർ അല്ലേ? ഇനി ഇതിലെ മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, എ ഡൈവർ ഇൻസൈഡ് an ocean will observe sunset at an angle of dash. A diver inside an ocean will observe sunset at an angle of dash. ഓക്കെ, തൽക്കാലം ഈ ഫിഗറിൽ തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്, കാരണം ഈ ഫിഗർ നമ്മൾ ഓൾറെഡി ആവശ്യം കഴിഞ്ഞല്ലോ. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു ഡൈവർ ഇവിടെ ഉണ്ട്. ഓക്കെ, അയാൾ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. സൺസെറ്റ് തിയറി ഒക്കെ നമുക്കറിയാം, ഭൂമിയുടെ റൊട്ടേഷൻ കൊണ്ടാണ് സൺസെറ്റും സൺറൈസും ഉണ്ടാവണം എന്നൊക്കെ നമുക്കറിയാം. എന്തൊക്കെ തിയറി ഉണ്ടെങ്കിലും സൺസെറ്റ് എന്താന്ന് ചോദിച്ചാൽ സൂര്യൻ കടലിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ സൂര്യൻ മൗണ്ടൈൻ്റെ സൈഡിലേക്ക് താണു പോണത്, ഇതിനെയാണ് നമ്മൾ സൺസെറ്റ് എന്ന് വിളിക്കുക. ഉറപ്പാണല്ലോ? സോ ഇവിടെ സൺ ഇവിടെ ഉണ്ട് വിചാരിക്കുക, ഇതിങ്ങനെയാണ് പോയിട്ട് ഇങ്ങനെ വരുന്ന പ്രോസസ്സാണല്ലോ നമ്മൾ സൺസെറ്റ് എന്ന് പറയുക. തിയറി വേറെ, പ്രാക്ടിക്കൽ വേറെ. നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ബീച്ചിൽ പോയിക്കുമ്പോൾ ഭൂമിയാണ് കറങ്ങിയപ്പോൾ സൂര്യൻ വിസിനിറ്റിയിൽ നിന്നാണ് പോയി എന്നൊന്നും വിചാരിക്കലില്ല. നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ കാഴ്ച കാണും. ഞാൻ എന്തായാലും ആസ്വദിക്കാറുണ്ട്. സൂര്യൻ കടലിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താണു പോണ പോലെ, കടലിൻ്റെ അടിയിലേക്കല്ല, ആക്ച്വലി അപ്പുറത്തെ സൈഡാണ്, നമുക്ക് ഫീൽ ചെയ്യണതാണ് പറഞ്ഞത്. ഓക്കെ, സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഇങ്ങനെ ലൈറ്റ് പോയാൽ ഇങ്ങോട്ട് വരുമെങ്കിൽ സണ്ണിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് വന്നാൽ അതേ പാത്തിലൂടെ റീട്രേസ് ചെയ്യും.
ഓക്കെ, ഇങ്ങനെ പോണ ലൈറ്റ് ഇങ്ങനെ പോണതെങ്കിൽ അതേപോലെ തിരിച്ചിങ്ങോട്ടും വരും. സോ ഇയാൾ നോക്കണത് ക്രിട്ടിക്കൽ ആംഗിളിലാണെങ്കിൽ ഇയാളുടെ കണ്ണിന്ന് പോണ റേ ഇങ്ങനല്ലേ പാസ് ചെയ്യുക. അപ്പോൾ അതേപോലെ സൺലൈറ്റ് വരുമ്പോൾ തിരിച്ച് അയാളുടെ കണ്ണിലേക്ക് എത്തും. സൺലൈറ്റ് അയാളുടെ കണ്ണിലേക്ക് എത്തിയാൽ അയാൾ സണ്ണിനെ കാണും, 100% ഉറപ്പാണ്. അപ്പോൾ അയാൾ സൺസെറ്റ് കാണുന്ന ആംഗിൾ ഏതായിരിക്കും? ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കും എന്ന് ഉറപ്പല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ വി നോ ദ റിലേഷൻ സൈൻ സി ഈക്വൽ ടു 1/n. സൈൻ സി എന്ന് പറഞ്ഞാൽ 1/n ആണ്. സോ സൈൻ സി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 4/3. സോ സൈൻ സി ഈക്വൽ ടു 3/4. Sin C is 0.75. 3/4 means 0.75. C equal to sin inverse 0.75. Approximately 47 degree. ആ വാല്യൂ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം, എൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 47 ഡിഗ്രി ആയിരിക്കും അയാൾ എന്ത് ചെയ്യുക? സൺസെറ്റ് കാണുക. Okay, so a diver inside an ocean will observe sunset at an angle of dash around 47 degree. ഈ വാല്യൂ നിങ്ങൾ പിന്നീട് കണ്ടുപിടിച്ചാൽ മതി. നമ്മളുടെ കാൽക്കുലേറ്ററിലോ ലോഗരിതം ടേബിളിലൊക്കെ നോക്കിയിട്ട് സൈൻ ഇൻവേഴ്സ് 0.75 എത്ര നോക്കുക. ഓക്കെ, സംവേർ 47 ഡിഗ്രി, അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ കിട്ടിയില്ലേ? When light passing from denser to rarer medium at a particular angle of incidence, angle of refraction become 90 degree. That angle of incidence is called a critical angle. Logic clear അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, എനിക്കൊരു ഡയമണ്ട് റിങ് വാങ്ങണം എന്നൊരാഗ്രഹം. നമുക്കറിയാം, നമ്മളെ നാട്ടിലെ ജ്വല്ലറികളിലൊക്കെ പരസ്യം നമ്മൾ സൈഡിൽ കാണാറുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കുറേ ഡയമണ്ട് ഓർണമെന്റ്സ് കാണിക്കാറുണ്ട്. ഡയമണ്ട്, എമറാൾഡ്, റൂബി, സഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ എന്തൊക്കെയോ അല്ലേ. ഈ ഡയമണ്ട് ഒരു സംഭവം, കാരണം തിളങ്ങിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ട് ഡയമണ്ട് തിളങ്ങാൻ കാരണം? ഡയമണ്ട് എന്ന് പറഞ്ഞ സംഭവം തിളങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലെ, അതൊരു വല്ലാത്ത സംഭവമാണ്. കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ചെന്ന കുറേ സമയം അതെന്ത് ചെയ്യും? ആ ലൈറ്റ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് നല്ല തിളക്കം ഫീൽ ചെയ്യും. ഡയമണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും തിളങ്ങണത്? അറിയാണ്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ. അതേമാതിരി മറ്റൊരു ഡൗട്ടും കൂടി ഉണ്ട്. ഈ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ടെക്നിക് അല്ലെ, എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞ ടെക്നിക്, ആ ടെക്നിക് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്ത് പ്രിൻസിപ്പിളാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണത്? എൻഡോസ്കോപ്പി. ഓക്കെ, ആ എൻഡോസ്കോപ്പിയിൽ വർക്ക് ചെയ്യണ പ്രിൻസിപ്പിൾ എന്താണ്? അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? എൻഡോസ്കോപ്പിയിൽ വർക്ക് ചെയ്യണ പ്രിൻസിപ്പിൾ എന്താന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ കൂടെ. വി നോ മിറാഷ് അല്ലെ, മിറാഷ്, മരുഭൂമിയിൽ വെള്ളം കെട്ടിക്കിടക്കണമെന്നുള്ള ഒപ്റ്റിക്കൽ ഇല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? മിറാഷ് എന്ന് വിളിക്കുക. മിറാഷിന്റെ ഒരു റിവേഴ്സ് കേസും കൂടി ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ലൂമിങ്. ലൂമിങ് എന്നാണ് അതിനെ വിളിക്കുക. മിറാഷിന്റെ നേരെ ഓപ്പോസിറ്റ് കേസ്. അഗെയിൻ, രാത്രി സമയങ്ങളിൽ നമ്മൾ നാഷണൽ ഹൈവേകളിലൂടെയൊക്കെ യാത്ര ചെയ്യണ സമയത്ത് റോട്ടിൽ കുറേ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ റോഡ് അതോറിറ്റീസ് റോട്ടിൽ കുറേ റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല രസമാണ് റിഫ്ലക്ടറിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ അല്ലേ, ഭയങ്കര രസമായിട്ട്. ഈ റിഫ്ലക്ടറിന് എവിടുന്ന ലൈറ്റ് കിട്ടണേ? ഈ റിഫ്ലക്ടറിന് എവിടുന്നാണ് ലൈറ്റ് കിട്ടണേ? പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? റിഫ്ലക്ടറിന് എവിടുന്ന് ലൈറ്റ് കിട്ടും? ഓക്കെ, ആൻഡ് ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദ ക്വാണ്ടിറ്റി പ്രിസം ബൈനോക്കുലർ. പ്രിസം ബൈനോക്കുലർ എന്ന് പറഞ്ഞൊരു സംഭവം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഇത്രയും ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ. അടുത്ത വീഡിയോയ്ക്ക് മുന്നേ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ കണ്ടെത്താൻ ശ്രമിക്കാം. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള ടോപ്പിക്. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ള ടോപ്പിക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇങ്ങനെ
ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഏതോ ഒരു പ്രത്യേക ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ലൈറ്റ് സർഫസിലൂടെ പാസ് ചെയ്യും. അങ്ങനെ സർഫസിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെ നമ്മൾ വിളിച്ച പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതിൽ തന്നെ ആ കണ്ടീഷൻ സ്പെസിഫിക്കലി വന്നിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ. ഡെൻസർ ടു റെയറർ മീഡിയത്തിൽ മാത്രമാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുക. റെയറർ ടു ഡെൻസർ എന്നുള്ളതിൽ എന്തില്ല, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒരു പ്രത്യേക തിയറിനെ ബേസ് ചെയ്തിട്ട് മാത്രം ചോദിച്ചതാണ്. ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അത് എന്താന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെങ്ങനെ വരണമെന്ന് മാത്രമാണ് എൻ്റെ അപ്ലിക്കേഷൻസിൽ വരിക. പിന്നീട് ഒരു കുളത്തിൻ്റെ കുറച്ച് താഴെയിട്ട് ഒരു ബൾബ് കത്തിച്ചു വെച്ചാൽ എത്ര ഏരിയയിൽ അല്ലെങ്കിൽ എത്ര റേഡിയസിൽ ലൈറ്റ് പുറത്ത് വരും. വെള്ളത്തിൻ്റെ താഴെ നമ്മളൊരു ഫിഷിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. ആ ഫിഷ് പുറത്തു കൂടെ പോണ ഒരു ഹെലികോപ്റ്ററിനെ നോക്കുകയാണെങ്കിൽ എത്ര ഡയമീറ്ററിൽ അല്ലെങ്കിൽ എത്ര ഏരിയയിൽ ആ ഹെലികോപ്റ്ററിനെ കാണാം. ഓക്കെ, ഇങ്ങനെയുള്ള പ്രോബ്ലംസും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാൻ പോണത്. ഓക്കെ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ വളരെ സിമ്പിൾ ആണ് ഐഡിയ. ഈ ആംഗിൾ കുറച്ചും കൂടിയും കൂടിയാൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഈ ആംഗിൾ കുറച്ചും കൂടെ കൂടിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറയാൻ പോണത്. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സോ ക്രിട്ടിക്കൽ ആംഗിൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആ ക്രിട്ടിക്കൽ ആംഗിളിന്റെ ക്വസ്റ്റ്യനും നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറിയിട്ടുണ്ടാവും. എ ഡൈവർ ഇൻസൈഡ് ആൻ ഓഷ്യൻ വിൽ ഒബ്സർവ് സൺസെറ്റ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ്. സംശയമില്ലല്ലോ? ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്രിട്ടിക്കൽ ആംഗിളുടെ ലോകം നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും, അതിൻ്റെ കൃത്യമായ എസൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.